ഫുട്ബോളും തുടരുകയാണ്. ലോകകപ്പിൽ ഇത്തവണ പുത്തൻ താരോദയങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് മുൻ രാജ്യാന്തര താരമായ എം സുരേഷ് അഭിപ്രായപ്പെടുന്നത്. ഏഷ്യയിൽ നിന്നുള്ള ഒരു ടീം ഇത്തവണ സെമി ഫൈനലിൽ കളിക്കാൻ സാധ്യതയുണ്ടെന്നും സുരേഷ് പറയുന്നു. ഇന്ത്യൻ ടീമിൽ 7 വർഷത്തോളം തുടർച്ചയായി പ്രതിരോധ നിരയിലെ കോട്ടയായിരുന്നു എം സുരേഷ്. ഫുട്ബോൾ ആവേശത്തിലാണ് ലോകമെങ്ങും. നമ്മോടൊപ്പം ദേശീയ താരമായ എം സുരേഷാണ് ചേരുന്നത്. തൃക്കരിപ്പൂർ സ്വദേശിയാണ്. നമുക്കറിയാം, തൃക്കരിപ്പൂർ എന്നത് ഫുട്ബോളിൻ്റെ ഈറ്റില്ലമാണ്. അവിടെ നിന്നും ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത സുരേഷാണ് ഇപ്പോൾ ചേരുന്നത്. ഒരു ലോകകപ്പ് കൂടി വരികയാണ്. ഇത്തവണ ഒരു പ്രത്യേകത, അതായത് പ്രഗത്ഭരായ കളിക്കാരൊക്കെ ഒരു പക്ഷേ ഇനി നമുക്ക് അവരെ കാണാൻ കഴിയില്ല. നെയ്മർ ആയാലും അതുപോലെയുള്ള മെസ്സി ആയാലും റൊണാൾഡോ ആയാലും. എങ്ങനെയാണ് ഈ ലോകകപ്പ് ഫുട്ബോളിനെ കാണുന്നത്? എന്തായാലും ഭയങ്കര ആവശ്യത്തിൽ തന്നെയാണ്. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ഫുട്ബോൾ മാമാങ്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം അതിലിപ്പം നെയ്മർ, മെസ്സി, റൊണാൾഡോ ചിലപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാവില്ല. അല്ല, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. എന്നാലും നമ്മളിപ്പം സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്നത് ഈ 3 പേരാണ്. അപ്പോൾ അവരെ കാണാനുള്ള അവസാനത്തെ ഒരു ചാൻസാണ്. അവർ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന അവസാനത്തെ മാച്ചുകളായിരിക്കും. ഈ ആരെയാണ് വ്യക്തിപരമായി അങ്ങേക്ക്, അല്ലെങ്കിൽ ആര് ഇത്തവണ കിരീടം നേടണമെന്നാണ് വ്യക്തിപരമായി അങ്ങ് ആഗ്രഹിക്കുന്നത്? ഞാൻ അർജന്റീന ഫാനാണ്. മെസ്സി ഒരിക്കൽ കൂടി നടന്നു തന്നെയാണ് ആഗ്രഹം. പിന്നെ റൊണാൾഡോയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ചിലപ്പം റൊണാൾഡോയ്ക്ക് കിട്ടിയ സന്തോഷമായിരിക്കും. കാരണം അവസാനത്തെ വേൾഡ് കപ്പാണ്. റൊണാൾഡോ എല്ലാം നേടി. എന്നാലും എൻ്റെ ഇഷ്ട ടീം അർജന്റീനയാണ്. മെസ്സി ഒരിക്കൽ കൂടി ട്രോഫി അടിക്കണം തന്നെയാണ് ആഗ്രഹം. പൊതുവേ ഒരു ഫോം ഈ കളിക്കാരെ, അതായത് പ്രത്യേകിച്ച് നെയ്മർ ആയാലും മെസ്സി ആയാലും അവരുടെ ഒരു ഫോം എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണ്? ഇല്ല, ഇപ്പോൾ എല്ലാവരും നല്ല ഫോം തന്നെയാണ്. നെയ്മർ കുറച്ച് പരിക്കിലാണ്. പക്ഷേ മെസ്സി നന്നായിട്ട് കളിക്കുന്നുണ്ട്. റൊണാൾഡോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം എല്ലാ വേൾഡ് കപ്പും ഖത്തറിൽ പോയി കണ്ടതാണ്, അർജന്റീനയുടെ ഏകദേശം മാച്ചൊക്കെ. കാരണം കളി ഇപ്പം പുതിയ ടീം ഒരുപാട് വന്നിട്ടുണ്ട്, പുതിയ കളിക്കാർ വന്നിട്ടുണ്ട്. ചിലപ്പോൾ പുതിയൊരു താരോദയം ചിലപ്പോൾ ഈ വർഷം വരാം ലോകത്തിന് മുമ്പിൽ. എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം അർജന്റീന ഒരിക്കൽ കൂടി കപ്പടിക്കണം. ഒരു പിന്മുറക്കാർ ഉണ്ടാകും, അല്ലെങ്കിൽ മെസ്സി ഇവരൊക്കെ ഒരു മുൻനിര അവർ മാറിയാൽ പുതിയ ആളുകൾ ലോകകപ്പ് ഫുട്ബോളിൽ ഉണ്ടാവും. അത് പുതിയ ആവേശമായി ഈ തവണ ഉണ്ടാവുന്നത് തന്നെയാണോ? ഉണ്ട്. പല രാജ്യത്തിനും നല്ല നല്ല കളിക്കാരുണ്ട്. ഇപ്പോൾ യങ് വരുന്ന പ്ലേയേഴ്സ് ഉണ്ട്, ഒരുപാട് യുവതലമുറ ഉണ്ട്. എനിക്കൊന്ന് ഏഷ്യയിൽ നിന്നൊരു ടീം ചിലപ്പം ഫൈനലിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ജപ്പാൻ നല്ല ടീമാണ്. പിന്നെ നമുക്കൊരു എന്താ പറയുക, കേരളക്കാർക്ക് അഭിമാനിക്കുന്നൊരിത്, നമ്മുടെ കണ്ണൂക്കാരൻ വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് ഖത്തറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് വലിയൊരു അഭിമാന നിമിഷമാണ് നമുക്ക് എല്ലാവർക്കും. എങ്ങനെയാണ് ഇത്തവണ കളി കാണാനായിട്ട് നേരിട്ട് പോയി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇല്ല, ഇപ്രാവശ്യം ഇല്ല. കഴിഞ്ഞ വർഷം എന്തായാലും 1.5 മാസം ഖത്തറിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം പോകുന്നില്ല. ഇപ്രാവശ്യം വീട്ടിലെ ടി വിയിലിരുന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ക്രിക്കറ്റ് ആയിക്കോട്ടെ മറ്റെല്ലാ കായിക ഇനത്തിലും വലിയ തോതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. പക്ഷേ ഇപ്പോഴും ഫുട്ബോളിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യം, അതെങ്ങനെയാണ് ഒരു ഫുട്ബോൾ പ്രേമി അല്ലെങ്കിൽ ഇത്രയും ദേശീയ തലത്തിൽ കളിക്കുന്ന ഒരാളെന്ന നിലയിൽ അങ്ങനെ കാണുന്നു? ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 16-17 വയസ്സൊക്കെ ഇന്ത്യൻ ടീമും മറ്റുള്ള ടീമൊക്കെ നല്ല കോമ്പറ്റീഷൻ ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് നമുക്കൊരു ഇതില്ലാത്തത്. നമ്മൾ ഭരണവർഷവും അത് നമ്മളെ ഗവൺമെൻറ്റൊക്കെ വിചാരിച്ചാൽ നടക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. കാരണം ഇന്ത്യ ഇത്രയും ജനസംഖ്യ ഇതൊക്കെയുള്ള രാജ്യമാണ്. ഒരുപാട് സ്പോർട്സിന് ഒരുപാട് ഇത് കിട്ടുന്ന രാജ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെ കുട്ടികൾ ചെറുപ്പത്തിലെ നല്ലൊരു അക്കാഡമിയിൽ അല്ലെങ്കിൽ നല്ല കോച്ചസിനെ കൊണ്ടുവരാൻ ചെറുപ്പത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ നന്നായിട്ട് നടക്കും. ഏകദേശം നമ്മളതിന് ഇത്ര കാത്തിരിക്കേണ്ടി വരും? ഇല്ല, അത് നടത്താൻ പറ്റുന്നേ ഉള്ളൂ. എത്രയും പോലും ചിലപ്പോൾ അടുത്തതിൻ്റെ അതിൻ്റെ അപ്പുറത്തെ വേൾഡ് കപ്പ്. കാരണം നമ്മൾ ആദ്യം ഏഷ്യയിലെ ഒരു സ്ഥാനത്ത് എത്തണം. നമ്മൾ വേൾഡ് കപ്പ് കളിക്കുന്ന മുമ്പ് നമ്മൾ ഏഷ്യൻ ചാമ്പ്യന്മാരോ അല്ലെങ്കിൽ ഏഷ്യയിലെ 4-ലോ 5-ലും എത്തിയാലേ നമുക്ക് വേൾഡ് കപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് ആദ്യം എത്തേണ്ടത് നമ്മൾ ഏഷ്യയിലെ ഒരു നല്ല സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി പ്രയത്നിക്കുകയാണ്. ഇപ്പോൾ സുരേഷിൻ്റെ കാര്യത്തിൽ വന്നാൽ ഇപ്പോൾ ഏതായിരുന്നു അവസാനം നടന്ന മാച്ച്? എങ്ങനെയായിരുന്നു? ഞാൻ അവസാനം നടന്ന സാഫ് കപ്പാണ് ചാമ്പ്യന്മാരായി. ഇപ്പോൾ തോന്നുന്നു പാകിസ്ഥാനിൽ വെച്ചിട്ടാണ്. പിന്നെ കളിച്ചിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഒരുപാട് കളിച്ചു. കളി നിർത്തി. ഇഞ്ചുറിക്ക് ശേഷം പിന്നെ കളിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഈ കളി പുലർച്ചെ നമുക്ക് ഇന്ത്യൻ സമയം നോക്കിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്. പക്ഷേ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ഒരു അവസരമാണ് ഇത്തവണ. കാരണം ഇത്രയും വലിയ കളിക്കാരെ ഒരു പക്ഷേ നമുക്കിനി അടുത്ത ലോകകപ്പിന് കാണാൻ പറ്റില്ലെന്നും. എന്താണ് കായിക, അതായത് പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളോട് അങ്ങ് ഇതിൽ പറയാനുള്ളത്? ഈ കളി മിസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നഷ്ടമുണ്ട്? അല്ല, ഈ കളി ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് 4 വർഷത്തിൽ ഒരിക്കലും നടക്കുന്നതാണ്. വേൾഡ് മാമ്പാങ്ങാണ്. സ്പോർട്സിൽ ഏറ്റവും വലിയൊരു ഇവൻ്റാണ് ഈ ലോകകപ്പ് ഫുട്ബോൾ എന്ന് വെച്ചാൽ. അതിലൊരുപാട് കളിക്കാരില്ല, ഇനി അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവില്ല. അവർക്ക് രാജ്യത്ത് വേണ്ടി കളിക്കുന്ന അവസാനത്തെ ടൂർണമെൻറ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉറക്കം കഴിഞ്ഞിട്ട് നമ്മൾ മലയാളീസ് എന്തായാലും എല്ലാവരും കാണും, ലോകത്തെല്ലാവരും കളി കാണും. പക്ഷേ മലയാളീസിന് ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഏത് സമയത്ത് കളി വെച്ചാലും കളിക്കാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്സ് ഉള്ളത് അർജന്റീനക്കും ബ്രസീലിനാണ്. കാരണം അവർ കോപ്പ അമേരിക്കൊക്കെ നടക്കുന്നത് ഇതേ സമയത്താണ്, എല്ലാവരും കാണുന്നതാണ്.
അങ്ങനെ ഈ വരുമ്പോൾ ഫുട്ബോളിലൊന്ന് ശ്രദ്ധിച്ചു, ഇതിലൊരു ഒപ്പ് വേണ്ട, അങ്ങ് അർജന്റീനയോട് വലിയ കട്ട ഫാനാണെന്ന് പറഞ്ഞു. എന്താണ് ഈ ഒരു ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ബ്രസീൽ ലെജൻഡായിട്ട് ചെന്നൈയിൽ ഒരു മാച്ച് ഉണ്ടായിരുന്നു. ഞാൻ അയ്യം ജാട്ടൻ പ്രതിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സൈൻ ചെയ്ത് തന്ന ബോളാണ്. റിവാൾഡോയും ഇവരൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ ബ്രസീൽ ടീം തന്നതാണ്. അപ്പോൾ അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചു വീട്ടിൽ. ഓക്കെ, എന്തായാലും ഇത്തവണ കളി വലിയ ആവേശത്തിലായിരിക്കും. അതെല്ലാവരും മിസ് ചെയ്യരുത്, അങ്ങനെ കാണണം എന്ന് തന്നെയാണ് അങ്ങേക്ക് പറയാനുള്ളത്. അതത്രേ ഉള്ളൂ. കാരണം ഇത് ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്പോർട്സ് ഇവൻ്റാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ. അതെന്തായാലും എല്ലാവരും കാണണം, മിസ് ചെയ്യാൻ പാടില്ല ശരിക്കും. കാരണം റൊണാൾഡോൻ്റെയും മെസ്സിൻ്റെയും നെയ്മറൊന്നും കളിച്ചാൽ പിന്നെ അടുത്ത വേൾഡ് കപ്പിന് നമുക്ക് കാണാൻ പറ്റില്ല. ക്ലബിന് കളിക്കുമായിരിക്കും, എന്നാലും ഇത്രയും വലിയൊരു മാമാങ്കം നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും അവരവരുടെ ടീമുണ്ടാവും, എല്ലാവരും അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. ആരാണ് ഫൈനൽ അടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ഇത് ഫുട്ബോളാണ്. എന്നാലും എൻ്റെ സ്വന്തം ടീം അർജൻറ്റീനയാണ്. അർജന്റീന ജയിക്കണം തന്നെ ആഗ്രഹം. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അർജന്റീന ജയിക്കണം എന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം. ഈ കളി ഒരു തരത്തിലും മിസ് ചെയ്യരുത്. കാരണം ഒരു പക്ഷേ ഇനി ഇത്രയും വലിയ ഇതിഹാസങ്ങളെ നമുക്കിനി ഈ അടുത്ത ലോകകപ്പിൽ കാണാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുതെന്ന് തന്നെയാണ് അദ്ദേഹത്തിന് കായിക പ്രേമികളോട് പറയാനുമുള്ളത്. തൃക്കരിപ്പൂരിൽ നിന്നും KV ബൈജു, ന്യൂസ് 18.